കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥി VM ബിനുവിന്റെ വോട്ട് വെട്ടിയെന്ന കോൺഗ്രസ് വാദം പൊളിച്ച് രേഖ. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബിനുവിന് വോട്ടില്ല. 2023 പുറത്തിറങ്ങിയ പട്ടികയിലും പേരില്ല. വോട്ട് ചെയ്തെന്ന വാദം ആവർത്തിച്ച് ബിനു. ഞാൻ വോട്ട് ചെയ്തതാണ്. ആ സ്ഥലത്ത് 18-20 കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല, ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ്. അപ്പം എൻ്റെ വീടും ഞാനെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് താണുമായിരുന്നു. വോട്ടില്ലാത്ത സ്ഥാനാർത്ഥിയെ വെച്ചാണ് കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നത് എന്ന് CPIM-ന്റെ പരിഹാസം. നിയമപോരാട്ടത്തിന് കോൺഗ്രസ്. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് പട്ടികയിൽ നിന്ന് വെട്ടിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗ് 3 മണിക്ക്. വൈഷ്ണയും പരാതിക്കാരനും കമ്മീഷൻ ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമെന്ന് വൈഷ്ണ ഹലോ മലയാളത്തിൽ. UDF-ന് കീറാമുട്ടിയായി എറണാകുളം ജില്ലയിൽ വിഭാഗീയതയും വിമതശല്യവും. ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഏകപക്ഷീയമായെന്നാരോപിച്ച് കലാപക്കൊടി. പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് മാത്യു കുഴൽനാടനും അജയ് തറയിലുമടക്കമുള്ള നേതാക്കൾ. തിരുവല്ല കോൺഗ്രസിൽ കൂട്ടരാജി. പല്ലാരിമംഗലത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CPIM വിമത സ്ഥാനാർത്ഥി. പാലക്കാട് BJP-യിൽ കലാപം മൂർധന്യത്തിൽ. C. കൃഷ്ണകുമാറിനെതിരെ ആഞ്ഞടിച്ച് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയം. കൃഷ്ണകുമാറും കൂട്ടരും ഒറ്റപ്പെടുത്തി ക്രൂശിച്ചെന്നും പ്രമീള. ആരോപണങ്ങളോട് പ്രതികരിക്കാൻ ഇല്ല എന്ന് കൃഷ്ണകുമാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ നിർത്തണമെന്ന ആവശ്യം. സുപ്രീം കോടതിയിൽ ഹർജി നൽകി KPCC. ഉടൻ ഹർജി നൽകാൻ CPIM-ഉം. കണ്ണൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കിയതിൽ പ്രതിഷേധം കനത്തതോടെ BLO-മാർക്ക് അസാധാരണ നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫോം തിരികെ ലഭിച്ചില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് രേഖപ്പെടുത്താമെന്ന് ERO. മൗനം തുടർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLO-മാർ ജോലി ബഹിഷ്കരിച്ചതോടെ എന്യൂമറേഷൻ ഫോം വിതരണത്തിൽ ഇടിവ്. തിരുവല്ലയിൽ 14-കാരിക്ക് ക്രൂരപീഡനം. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് വീട്ടിൽ കയറി പീഡിപ്പിച്ചത് ബംഗാൾ സ്വദേശികൾ. നിഷ്ഠൂരകൃത്യം. 1.5 വയസ്സുള്ള ഇളയ കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ച് 2 പേർ അറസ്റ്റിൽ. എറണാകുളം മരടിൽ 4 വയസ്സുകാരിയോട് അമ്മയുടെ കൊടുംക്രൂരത. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ ചട്ടുകം ചൂടാക്കി പൊള്ളിച്ചു. കാട്ടിത്തറ സ്വദേശിയായ യുവതി അറസ്റ്റിൽ. മരട് പോലീസ് കേസെടുത്തത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്തെ പരിശോധന പൂർണ്ണം. ഇന്നലെ ശേഖരിച്ച സ്വർണ്ണപ്പാളി സാമ്പിളുകൾ കൊച്ചിയിലെത്തിച്ച് രാസപരിശോധന നടത്തും. SIT സംഘം സന്നിധാനത്ത് നിന്നും മടങ്ങി. മണ്ഡലകാല പൂജകൾക്കായി നട തുറന്ന ശബരിമലയിൽ 2ാം ദിനവും ഭക്തരുടെ പ്രവാഹം. 18-ാം പടി മുതൽ പമ്പ വരെ തീർത്ഥാടകരുടെ ക്യൂ. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ തീർത്ഥാടക കുഴഞ്ഞു വീണ് മരിച്ചു. ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഉറപ്പുവരുത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റ്. തിരുവനന്തപുരത്ത് 19-കാരനെ കുത്തിക്കൊന്ന കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. അലനെ കുത്തിയത് കൂട്ടുകാരെ തടഞ്ഞുവെച്ച പ്രതികളോട് മാറിപ്പോകാൻ പറഞ്ഞതിന്. കൊലയ്ക്ക് ഉപയോഗിച്ചെന്ന് കരുതുന്ന കമ്പി കണ്ടെത്തി. കേസിൽ 6 പേരെ പ്രതി ചേർക്കും. വയനാട്ടിൽ സിപ്പ് ലൈൻ അപകടമെന്ന തരത്തിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചയാൾ പിടിയിൽ. വയനാട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി അഷ്കർ അലിയെ. അഷ്കർ ലഹരിക്കടത്തുൾപ്പെടെ 4 കേസുകളിൽ പ്രതി. ചെങ്കോട്ട സ്ഫോടനത്തിലെ സൂത്രധാരൻ ഉമർ നബിയുടെ നിർണായക വീഡിയോ പുറത്ത്. വീഡിയോയിൽ ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ച് ഉമർ. ചാവേർ ആക്രമണം രക്തസാക്ഷിത്വത്തിനെന്ന് ന്യായീകരണം. വീഡിയോ ചിത്രീകരിച്ച സമയത്തിലും ഉറവിടത്തിലും അവ്യക്തത. ചെങ്കോട്ടയിൽ ഭീകരർ ലക്ഷ്യമിട്ടത് ഹമാസ് മോഡൽ ആക്രമണമെന്ന് NIA ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ. ഡ്രോണിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ആക്രമണം നടത്താൻ പദ്ധതി. റോക്കറ്റ് നിർമ്മാണത്തിന് നീക്കമുണ്ടായിരുന്നെന്നും അന്വേഷണ സംഘം. ഇന്നലെ അറസ്റ്റിലായ കശ്മീർ സ്വദേശിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു.
ഇന്ത്യയെ നടുക്കിയ 26 സായുധാക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരനായ മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടെന്ന് വാർത്ത. ആന്ധ്രാപ്രദേശിലുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചത് മാധ്വി ഹിദ്മ. കൊല്ലപ്പെട്ടത് തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് കമാൻഡർ. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറുന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടെന്ന് ഇന്ത്യ. എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രം തീരുമാനമെടുക്കാൻ വിദേശകാര്യ മന്ത്രാലയം. ഹസീനയെ കൈമാറണം എന്ന ബംഗ്ലാദേശ് സർക്കാരിന്റെ ആവശ്യത്തോട് നോട്ടഡ് എന്ന് മാത്രം പ്രതികരിച്ച് MEA. ഷെയ്ഖ് ഹസീനയെ പിന്തുണച്ചും യൂനസ് സർക്കാരിനെ വിമർശിച്ചും എഴുത്തുകാരി തസ്ലീമ നസ്രീൻ. മുഹമ്മദ് യൂനിസിനെയും ജിഹാദി ശക്തികളെയും എന്തുകൊണ്ട് കുറ്റവാളികളായി കാണുന്നില്ല എന്ന ചോദ്യം. പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാത്തത് എന്തെന്നും എക്സ്പോസ്റ്റ്. ബീഹാറിൽ സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലി BJP JDU തർക്കം. ഇന്ന് ഡൽഹിയിൽ ചേരുന്ന NDA യോഗം നിർണായകം. 6 MLA-മാർക്ക് 1 മന്ത്രി എന്ന ഫോർമുല അനുസരിച്ച് മന്ത്രിസ്ഥാനം വിഭജിക്കും. നാളെ BJP-യുടെയും JDU-വിൻ്റെയും പ്രത്യേക നിയമസഭാ കക്ഷിയോഗം. ബീഹാർ വിജയത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ പിടിക്കാൻ മിഷൻ ബംഗാളുമായി BJP. പ്രചാരണത്തിന്റെ ആദ്യപടിയായി മുതിർന്ന BJP നേതാക്കളെ ബംഗാളിലെത്തിക്കും. 70,000 ബൂത്ത് കമ്മിറ്റികൾ ആരംഭിച്ചതായും റിപ്പോർട്ട്. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. ജുഡീഷ്യൽ ആക്ടിവിസം ജുഡീഷ്യൽ ഭീകരവാദമായി മാറരുത് എന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. രാജ്യത്ത് ജുഡീഷ്യൽ ആക്ടിവിസം നിലനിൽക്കണം. ജനസുരക്ഷ ഉറപ്പാക്കാൻ പാർലമെന്റോ എക്സിക്യൂട്ടീവോ പരാജയപ്പെട്ടാൽ കോടതികൾ ഇടപെടണം. ജുഡീഷ്യൽ ആക്ടിവിസത്തിന് പരിധിയുണ്ടെന്നും ഗവായ്. ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് UN രക്ഷാസമിതിയുടെ അംഗീകാരം. പ്രമേയം തള്ളി ഹമാസ്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് റഷ്യയും ചൈനയും. പ്രമേയത്തിന് 13 രാജ്യങ്ങളുടെ പിന്തുണ. വെനസ്വേലയ്ക്കെതിരായ സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്മാറില്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. മയക്കുമരുന്ന് കടത്തിലൂടെ രാജ്യത്തെ ദ്രോഹിച്ച ആളാണ് പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ. ചർച്ചയ്ക്കുള്ള നിർദ്ദേശത്തിൽ മദൂറോയുടെ പ്രതികരണം അറിയാൻ താൽപ്പര്യമുണ്ട് എന്നും ട്രംപ്. ഇറാനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ വിസ ചട്ടങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിസരഹിത പ്രവേശനം ഇറാൻ നിർത്തിയ സാഹചര്യത്തിൽ സാധാരണ പാസ്പോർട്ടുള്ള എല്ലാ ഇന്ത്യൻ യാത്രക്കാരും മുൻകൂട്ടി വിസയെടുക്കണമെന്ന് ഇറാൻ. അമേരിക്കയിലെ ഷാർലറ്റിൽ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ആരംഭിച്ച് ഫെഡറൽ ഏജന്റുമാർ. ഓപ്പറേഷൻ ഷാർലറ്റിൽ ഇതുവരെ അറസ്റ്റിലായത് 130 പേർ. ഗുണ്ടാ സംഘാംഗങ്ങളും കുറ്റവാളികളും അറസ്റ്റിലായെന്ന് അധികൃതർ. പലസ്തീൻ സ്വദേശികളുമായി എത്തുന്ന ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകില്ല എന്ന് ദക്ഷിണാഫ്രിക്ക. പ്രതികരണം. ഗാസയിൽ നിന്ന് 153 പേരെ വഹിച്ചുള്ള വിമാനം എത്തിയത് വിവാദമായതിന് പിന്നാലെ. പലസ്തീനികളെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള അജണ്ടയെന്ന് സൗത്ത് ആഫ്രിക്കൻ വിദേശകാര്യമന്ത്രി. നൈജീരിയയിൽ സ്കൂൾ ആക്രമിച്ച് 25 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി സായുധ സംഘം. അക്രമം തടയാൻ ശ്രമിച്ച വൈസ് പ്രിൻസിപ്പലിനെ വെടിവെച്ച് കൊന്നു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ജപ്പാനിൽ കരടി ആക്രമണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 7 മാസത്തിൽ മരിച്ചത് 13 പേർ. 220 പേർക്ക് പരിക്കേറ്റെന്നും ജാപ്പനീസ് പരിസ്ഥിതി മന്ത്രാലയം. ആക്രമണം വർദ്ധിക്കാൻ കാരണം സ്വാഭാവിക ഭക്ഷണ സ്രോതസ് ഇല്ലാത്തത് എന്ന് വിലയിരുത്തൽ. നയതന്ത്ര പ്രതിസന്ധി രൂക്ഷമായതോടെ ജാപ്പനീസ് സിനിമകളുടെ റിലീസ് നീട്ടിവെച്ച് ചൈന. ആനിമേഷൻ സിനിമകളായ ക്രയോൺ ഷിൻചാൻ, സെൽസ് അറ്റ് വർക്ക് ചിത്രങ്ങളുടെ റിലീസ് മാറ്റി. നടപടി തായ്വാനെക്കുറിച്ച് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വിവാദമായതിന് പിന്നാലെ. ചെസ് ലോകകപ്പിൽ സെമി ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരം അർജുൻ എരിഗൈസി ഇന്നിറങ്ങും. ആദ്യ മത്സരം സമനിലയായതിനാൽ ഇന്നത്തെ മത്സരം നിർണായകം. എതിരാളി ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ വെയ്. അർജുൻ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഏക പ്രതീക്ഷ. ലോകകപ്പ് യോഗ്യത ലക്ഷ്യമിട്ട് സ്പെയിനും ബെൽജിയവും ഇന്നിറങ്ങും. തുർക്കിയോട് വൻ തോൽവി ഏറ്റുവാങ്ങിയില്ലെങ്കിൽ സ്പെയിനിന് യോഗ്യത. ഇന്ന് ജയിച്ചാൽ ബെൽജിയവും ലോകകപ്പിന്.